ഞാൻ പറഞ്ഞ അച്ഛൻ അതാണെങ്കിൽ സമ്മതിക്കണം. സമ്മതിക്കാം. മോള് ചോദിക്ക. അച്ഛന്റെ കണ്ണു നിറഞ്ഞത് സന്തോഷം കൊണ്ടല്ല, സങ്കടം കൊണ്ടാ അല്ലേ? സങ്കടം കൊണ്ടും സന്തോഷം കൊണ്ടും കരയുന്നതും ചിരിക്കുന്നതും നമുക്ക് തിരിച്ചറിയാനാവും എന്നാ പറയുന്നത്. ഇന്നച്ഛന്റെ കണ്ണു നിറഞ്ഞത് സങ്കടം കൊണ്ടാ. എന്തിനാ അച്ഛാ സങ്കടപ്പെട്ട് വന്നിട്ട് എന്നോട് സന്തോഷിക്കുന്നോന്ന് പറഞ്ഞത്? ഞാൻ വിഷമിക്കുമെന്ന് കരുതിയാണോ? എന്നാ ഞാനൊരു സത്യം പറയട്ടെ. ഇന്നത്തെ ദിവസം ഈ അച്ഛന്റെ മോൾ ഒരിക്കലും മറക്കില്ല. ഈ സിനിമ അച്ഛന്റെ ജീവിതത്തിലെ ഒരു നാഴികക്കല്ലായി മാറും. മൈൽ സ്റ്റോൺ എന്നൊക്കെ പറയില്ലേ, അതുപോലെ. അച്ഛനു വേണ്ടി ആദ്യമായി അല്ല, ഇപ്പോ ഈ അഡ്വാൻസ് വാങ്ങിയപ്പോ എന്റെ മനസ്സിലിരുന്ന് അമ്മ എന്നെയും അച്ഛനെയും അനുഗ്രഹിച്ചു. ഞാൻ അമ്മയെ മനസ്സിലോർത്തു. ഈ സിനിമയ്ക്ക് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയെക്കാളും കൂടുതൽ അമ്മയുടെ പ്രാർത്ഥന ഉണ്ടാവും അച്ഛാ. നീ മാത്രമല്ല മോളെ, ഞാനും നിന്നെ പോലെ. അല്ല, അതിനേക്കാൾ ഒരു പടി മുകളിൽ എന്റെ കാവ്യ ഓർത്തു. നീ ഇപ്പൊ കാവ്യയെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ചിന്തകൾ എന്നിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഒരുപാട് കാലമൊന്നും നിന്നെ നിന്റെ അമ്മയിൽ നിന്ന് മാറ്റി നിർത്താൻ എനിക്കാവില്ല മോളെ. ജീവ, ബെസ്റ്റ്. ഞാൻ കരുതിയ പോലെ തന്നെയാ. അച്ഛനും മോളും ഇവിടെ വന്നിരുന്ന് സെന്റി അടിക്കുകയാണല്ലേ? അല്ല, എന്റെ മോള്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ജീവ. ഓരോ ദിവസം കഴിയുന്തോറും മോക്ക് കൂടുതൽ പക്വത ഉണ്ടാവുന്നുണ്ട്. അത് അച്ഛനും അമ്മയും മനസ്സിലാക്കിയാൽ കൊള്ളാം. അല്ലെങ്കിൽ ഇതുപോലെ മിടുക്കികളായ കുട്ടികൾ ഇതേപോലെ സന്ദർഭാനുസരണം അറിയിക്കും, അല്ലേ മോളെ? അപ്പോ ജീവ, ഞാനൊന്ന് ഇറങ്ങട്ടെ. നമ്മുടെ കൺട്രോളർ റോഷനെ ഒന്ന് കാണണം. ലൊക്കേഷൻ കാണുന്ന പരിപാടി ഓർക്കണം. പിന്നെ കുട്ടനെ പോയി കണ്ട് മ്യൂസിക്കിന്റെ കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്യണം. ഞാനിനി ഇവിടെ നിന്ന എല്ലാം ഡിലേ ആവും. ജേട്ടനെന്നാ റെഡിയാവും. ഞാനിപ്പോഴേ റെഡി തന്നെയല്ലേ? വാ മോളെ, അങ്ങനെ യാത്രയാക്കിയിട്ട് വരാം. അപ്പൊ അച്ഛമ്മേ, വല്യമ്മേ, ഞാനൊന്ന് ഇറങ്ങാം. ഷൂട്ടിംഗ് നടക്കുമ്പോ എല്ലാരും വരണം. വരാം, പക്ഷെ അഭിനയിക്കാൻ എനിക്കൊരു ചാൻസ് തരണം. അതൊക്കെ തരാം. കോമഡി വേണോ സീരിയസ് വേണോ? ഇവളെ ഏതും ചെയ്യും. പക്ഷെ അഭിനയത്തിന് ഇദ്ദേഹത്തിന്റെ 7 അയലത്ത് വരില്ല ഞാൻ. ഓ, ഇവളുടെ കോമഡിയൊക്കെ സൂപ്പർ ഹിറ്റാ. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരു സംവിധായകനെ ജീവനോടെ കാണുന്നത്. സംവിധായകനെ മാത്രമല്ല, നടനെയും. ഓ, നടനെന്ന് വെച്ചാ സൂപ്പർ നടനെയും ആദ്യമായിട്ടാ കാണുന്നത്. അപ്പൊ ശരി ഭുവന, ജേട്ടനെ കൊണ്ടാക്കിട്ടോ. ശരി. സാറേ, ഞാൻ വണ്ടി എടുക്കാം. ശരി സാറ് മോക്കിത് എന്തു പറ്റി? എന്താ അച്ഛമ്മേ? അല്ല, അഡ്വാൻസ് വാങ്ങുന്ന സമയം ആകെ അങ്ങ് പതറിയതുപോലെ, എല്ലാം മറന്നതുപോലെ. എന്തു പറ്റി? മോൾ അച്ഛമ്മയോട് പറ. ഒന്നുമില്ല അച്ഛമ്മേ. അമ്മയെ കുറിച്ച് ആലോചിച്ചോ? ആ വിഷമാണോ?
ആ അതുകൊണ്ട് സത്യം പറഞ്ഞ അവിടെ മോളുടെ കണ്ണ് നിറഞ്ഞപ്പോ അച്ഛന്റെ ഒക്കെ കാലിൽ തൊട്ട് കണ്ണി വെച്ചപ്പോ അച്ഛമ്മയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നി. ആ മോൾ ആകെ ടെൻഷനായി നിന്നപ്പോ എനിക്ക് വിഷമവും തോന്നി. ഞാനത് ഭുവനോടൊക്കെ പറയുകയും ചെയ്തു. അമ്മയെ പിരിഞ്ഞിരിക്കുമ്പോ ഇങ്ങനെ ടെൻഷനും വിഷമവും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് എല്ലാരും കൂടി എത്രയും പെട്ടെന്ന് അമ്മയെ കണ്ടുപിടിച്ചു കൊടുക്കണം, അല്ലേ മോളെ? ഉമ്മ. ജീവസാറേ, സാറിന്റെ മക്കള് രണ്ടും നല്ല സൂപ്പർ മക്കളാ കേട്ടോ. ഡാഡാടാ മതി മതി. എന്തോന്ന് മതിയെന്ന് ജീവസാറിനെ നേരിട്ടൊന്ന് കാണട്ടെ, അപ്പൊ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ദാ നാളെ അമ്മയെ അനിയത്തിനെ ചോദിക്കുമ്പോ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ പറഞ്ഞതാ. അതിനെ ഇനി ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അതെന്താ? റിയ ചേച്ചി ദിയ ചേച്ചിയാവണം. ഞാനിപ്പോ ദിയ തന്നെയാണല്ലോ. അല്ല, ചേച്ചി ഒട്ടും തന്നെ ദിയ ചേച്ചിയായിട്ടില്ല. പേരുകൊണ്ട് മാത്രമേ ചേച്ചി ദിയ ചേച്ചി ആയിട്ടുള്ളൂ. സ്വഭാവം കൊണ്ട് ദിയ ചേച്ചിയായിട്ട് ഒരു ബന്ധവുമില്ല. ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നേ? ചേച്ചി പൂർണ്ണമായിട്ട് ദിയ ചേച്ചിയാവണം. അതിനെങ്ങനെയെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയുന്നത് അതുപോലെ അങ്ങ് അനുസരിച്ചാ മതി. പിന്നെ വേറൊരു കാര്യം, ചേച്ചി ഫോൺ അത്യാവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ. അമ്മയുടെ ചെക്കിങ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. ശരി, ഓക്കെ, നീ പറയുന്ന പോലെ തന്നെ ചെയ്യാം. അപ്പൊ ഗുഡ് നൈറ്റ്. ചേച്ചി ചേച്ചി എവിടെ പോവാ? അമ്മയുടെ അടുത്ത് പോന്നു. ഞാനിന്നലെ ഇവിടെയല്ലേ കിടന്നെ, ഇന്ന് അമ്മയുടെ കൂടെ കിടക്കാം. ആ, ഈ സ്വഭാവമാണ് ആദ്യം മാറ്റേണ്ടത്. റിയ ചേച്ചി അമ്മയെ കാണാനാണ് വന്നത്, അതൊക്കെ സമ്മതിച്ചു. പക്ഷേ അമ്മയോടുള്ള ഓവർ സ്നേഹ സംശയം ഉണ്ടാക്കുന്നേ. എടോ പ്ലീസ്, അമ്മയുടെ അടുത്ത് നിൽക്കുമ്പോ ഒരു വല്ലാത്തൊരു ഫീലാ. എന്താടപ്പോ? എന്താ പെട്ടെന്നൊരു വിഷമം പോലെ? ഒന്നുമല്ല ചേച്ചി. നോക്ക്, ഞങ്ങളുടെ കാര്യത്തില് നീ നിൽക്കുന്നത് പോലെ നിന്റെ വിഷമത്തിലും ഞങ്ങളുണ്ട്. നിന്റെ ചേച്ചിമാര് നിന്റെ കൂടെയുണ്ട്. എന്താ നിന്റെ വിഷമമെന്ന് പറ. ചേച്ചിക്ക് അമ്മയുടെ അടുത്ത് നിൽക്കുമ്പോ നല്ല സന്തോഷാണെന്ന് പറഞ്ഞില്ലേ? ആ, ചേച്ചിക്ക് അമ്മയും അച്ഛനും ഒക്കെ ഉണ്ട്. പക്ഷേ എന്റെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് എനിക്കൊട്ടും മനസ്സിലാവുന്നില്ല ചേച്ചി. ഈ അമ്മയും ഈ അച്ഛൻ തന്നെയാണ് എന്നും എന്റെ അമ്മ അച്ഛനും. പക്ഷേ എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് ചേച്ചി. ഞാൻ പറഞ്ഞില്ലേ, പല ദിവസവും ഞാൻ രാത്രി ഉണർന്നിങ്ങനെ ആലോചിച്ചു കിടക്കും. എന്താലോചിക്കുമെന്ന്? സത്യ ചേച്ചി, എന്നെ ആരോ പിടിച്ചോണ്ട് പോകുന്നത് പോലെ. എന്നെ അങ്ങോട്ട് കൊണ്ടുപോവോ ചേച്ചി? നിങ്ങളെയൊക്കെ വിട്ട് ഞാൻ എവിടെയോ പോകും. അങ്ങനെ ഒരു തോന്നലുണ്ട് ചേച്ചി. അപ്പോ നോക്ക്, ചേച്ചി അച്ഛനും അമ്മേനും പിടിച്ച് സത്യം ചെയ്യ. ഈ ചേച്ചിമാരുള്ളപ്പോ നിനക്കൊന്നും പറ്റില്ല. ആർക്കും നിന്നെ ഞങ്ങൾ വിട്ടുകൊടുക്കുകയില്ല. അങ്ങനെ വല്ലതും സംഭവിച്ചാ നമ്മള് 3 പേരും കൂടിയായിരിക്കും പോകുന്നത്, അതെവിടെയായാലും. ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോ ഭയങ്കര സന്തോഷം. ദേ, അച്ഛൻ നമ്മള് പറയുന്നതൊക്കെ കേട്ടോണ്ട് നിക്ക. അച്ഛൻ കൂടെ ഉണ്ടാവൂടാ. അച്ഛൻ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ആർക്കും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല.
ജീവസാര് ശക്തിമാരൊക്കെ തന്നെയാ. പക്ഷേ എന്നെ എന്റെ ചേച്ചിമാര് രക്ഷിച്ചാ മതി. അതാ എനിക്ക് സന്തോഷം. എന്താ അവൾക്ക് സംഭവിച്ചത്? ഈശ്വര, അവളെ പഴയ ദിയമോളാക്കി തിരിച്ചു തരണേ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും അവളെ ആ പഴയ ദിയാക്കി തന്നെ വളർത്തി മുന്നോട്ട് കൊണ്ടുപോണേ. ഹലോ. ഹലോ, കാവ്യമേഡം ആണല്ലോ? അതെ. മാഡം, ഇത് ധനേഷ്, ചെന്നൈ നോർത്ത് സർക്കിൾ ഇൻസ്പെക്ടർ ധനേഷ്. സർ പറയൂ. ഇതിനാ ഒഫീഷ്യലായിട്ടല്ല വിളിക്കുന്നത്, മറ്റൊരു നമ്പറിൽ നിന്നാണ് വിളിക്കുന്നത്. മാഡം ഇങ്ങ പുതിയൊരു SP ചാർജ് എടുത്തു. വൺ മിസ്റ്റർ നാഗരാജ് സാർ. ടെററാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇൻവെസ്റ്റിഗേഷൻ പെൻഡിംഗ് ഇരിക്കുന്ന എല്ലാ ഫയൽസും വിളിപ്പിച്ചിരിക്കുകയാണ്. മാഡം അബ്സ്കോണ്ടിംഗ് ഫയലും പൊങ്ങും. ഫയൽ C45836 of 2014. മാഡം ഇപ്പൊ കേരളത്തിൽ തന്നെ? അതെ. മാഡം സേഫായ സ്ഥലത്തല്ലേ? എന്ന് വെച്ചാ ഔട്ടറില്? അതെ സർ. ഓക്കെ, ഇങ്ങനെ നടക്കുന്ന മൂമെന്റ്സ് അപ്പാപ്പനെ അറിയിക്കാം. ഞാൻ ഒരു സൂചന തന്ന ഉടൻ മറ്റേതൊരു സ്റ്റേറ്റിലേക്കോ ഇല്ലേന രാജ്യം തന്നെ വിടാനോ തയ്യാറായിരിക്കണം. അല്ലെങ്കിൽ അറിയാലോ, അറസ്റ്റ് നടക്കും. മാഡം കേൾക്കുന്നുണ്ടല്ലോ? ഉണ്ട് സർ. GK കൊടുത്ത കേസ് അയാൾ തന്നെ പിൻവലിച്ചിരുന്നല്ലോ. അയാൾ നേരിട്ട് ഡീല് ചെയ്തോളാന്ന് പറഞ്ഞിട്ട്. പക്ഷെ മറ്റേ കേസ് അത് അപകടം. അതിന്റെ വകുപ്പും ശിക്ഷയൊന്നും ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. മാഡത്തിനോട് എനിക്ക് വലിയൊരു കടപ്പാടുണ്ട്. എന്റെ ബ്രദറിനെ തൂക്കേറിന്ന് രക്ഷിച്ച ആളാണ് മാഡം. മാഡത്തിന് വേണ്ടി ഞാൻ മാക്സിമം ശ്രമിച്ചു. പക്ഷേ ഇനി ആ ഫയൽ മാറ്റിവെക്കാൻ പറ്റില്ല. മാഡത്തിന് അറിയാലോ എന്റെ പരിമിതികൾ. എനിക്കറിയാം സർ. മുൻകൂർ ജാമ്യം കിട്ടില്ല, അറിയാലോ. അപ്പോ അതിനുവേണ്ടി ശ്രമിക്കണ്ട. എനിക്കറിയാം. എന്തായാലും മാഡം വിജിലന്റ് ആയിരിക്കാം. ഫയൽ SP സാറിന്റെ മുന്നിൽ എത്തിയാ ഞാൻ മാഡത്തിന് ഇൻഫർമേഷൻ തരാം. അറസ്റ്റ് ചെയ്യാനാണ് ഓർഡർ. ആ വിവരം അറിയിക്കാം. മാഡം യുക്തിപൂർവം ചെയ്യണം. ശരി സർ. എനിക്ക് വേണ്ടി കാണിക്കുന്ന ഈ നല്ല മനസ്സിന് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. ഇല്ല മാഡം,
എനിക്കും എന്റെ കുടുംബത്തിനുമുള്ള കടപ്പാട് ഓർക്കുമ്പോ ഇതൊരു ചെറിയ പെർസെന്റേജ് പോലും ആകുന്നില്ല. ഈ നമ്പറിൽ നിന്നായിരിക്കും ഞാൻ വിളിക്കുന്നത്. ഓക്കെ മാഡം? ഓക്കെ സർ. മാഡം, ഒരു കാര്യം കൂടി. എന്താ? ആ കുളന്ത, ആ പയ്യൻ സേഫായി ഇരിക്കുന്നല്ലോ അല്ലേ? സേഫാണ്. ரொம்ப സന്തോഷം. ഓക്കെ മാഡം. ധനേഷ് സാറ് വിളിച്ചിരുന്നു ചെന്നൈയിൽ നിന്ന്. എന്തിന്? ഒരു മുന്നറിയിപ്പ് തരാനാ. എന്താ കാര്യം? ശ്രീ, കേസ് കോംപ്ലിക്കേറ്റഡ് ആവും. ചെന്നൈയിലേക്ക് എനിക്ക് പോകേണ്ടി വരും. കാര്യം പറയേ. അവിടെ പുതിയൊരു SP ചാർജ് എടുത്തു, ഒരു നാഗരാജൻ. പെൻഡിംഗ് ഫയലുകളൊക്കെ വിളിച്ചിരിക്കുക. കാര്യങ്ങൾ ഇനി ധനേഷ് സാറിന്റെ കയ്യിൽ നിൽക്കില്ല എന്നാ പറഞ്ഞത്. ഏത് സമയവും സ്റ്റേറ്റ് വിടാനോ രാജ്യം വിടാനോ തയ്യാറായിക്കൊള്ളാൻ പറഞ്ഞു. പലരുടെയും കേസ് ജയിപ്പിച്ചു, പക്ഷെ സ്വന്തം കേസ് തോറ്റുപോകും. 3 കൊടും കുറ്റങ്ങളാ എന്റെ നേർക്ക് വരാൻ പോകുന്നത്. എവിടെ ചെന്ന് ഒളിച്ചാലും രക്ഷയുണ്ടാവുമെന്ന് തോന്നുന്നില്ല. കുറ്റവാളികളുടെ മക്കളെന്നറിയപ്പെടാനായിരിക്കും എന്റെ മക്കളുടെ വിധി. ഇനി എന്നെ കാണണമെന്നുണ്ടെങ്കിൽ ജയിലിൽ വരണം. ഞാൻ IP സാറുമായിട്ട് കാര്യങ്ങൾ നാളെ തന്നെ ഡിസ്കസ് ചെയ്യാം. കാര്യമില്ല ശ്രീ, അദ്ദേഹത്തിന് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. സാറിനറിയാവുന്ന നിയമവശങ്ങൾ നമുക്കും അറിയാമല്ലോ. ഞാൻ നാളെ തന്നെ ചെന്നൈയിലേക്ക് പോവാം. അവിടെ MLA മുത്തുനായകൻ സാറിനൊന്ന് കാണാം. ആര് വിചാരിച്ചാലും നടക്കില്ല ശ്രീ. ബുദ്ധിയുള്ള രാഷ്ട്രീയക്കാർ ഇതിലൊന്നും ഇടപെടില്ല. അവരവരുടെ ഇമേജ് പോകുന്ന ഘട്ടത്തിൽ ന്യായവും നീതിയും ഒന്നും അവർ നോക്കില്ല. അങ്ങനെയുള്ള മുൻവിധികളൊന്നും വേണ്ട, ഞാൻ നോക്കിക്കോളാം. ഓക്കെ. എന്നെ അറസ്റ്റ് ചെയ്യും. ചെന്നൈയിൽ ഒരു സമയത്ത് സംസാര വിഷയമായ ഈ കേസിന് തുമ്പുണ്ടായത് വലിയ വാർത്തയാവും. കേരളത്തിലെ അഡ്വക്കേറ്റ് അറസ്റ്റിലായതായിട്ടായിരിക്കും ഒരാഴ്ച ചാനലിലൊക്കെ വാർത്ത. പക്ഷെ എന്റെ മക്കള്, അവര് തകർന്നു പോവും. അവർക്ക് പിന്നെ പുറത്തിറങ്ങി നടക്കാൻ മടിയായിരിക്കും. ആൾക്കാരെ ഫേസ് ചെയ്യില്ല, സ്കൂളിൽ പോവില്ല, ആകെ ഉൾവലിയും. പറഞ്ഞു കഴിഞ്ഞോ? പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഇനി ഞാൻ പറയാം. തനിക്ക് എന്നെ വിശ്വാസമുണ്ടോ? എന്താ? ഒരു രക്ഷകർത്താവിനെ പോലെ അല്ലെങ്കിൽ ഒരു സംരക്ഷകനെ പോലെയാണല്ലോ ഞാൻ നിൽക്കുന്നത്. അപ്പോ എന്റെ സംരക്ഷണത്തിൽ വിശ്വാസം ഉണ്ടോന്ന്, എന്നെ വിശ്വാസം ഉണ്ടോന്ന്? വിശ്വാസമില്ലെങ്കിൽ ഒരുമിച്ച് ഇങ്ങനൊരു വീട്ടിൽ താമസിക്കുമായിരുന്നു. ശരി, അപ്പൊ ഇനി ഒരു കാര്യം കൂടി. തൽക്കാലം ഞാൻ പറയുന്നത് വിശ്വസിക്കാം. കാര്യങ്ങളൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. താനിപ്പോ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. ഇതിന്റെ സീരിയസ്നെസ് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. CI പറഞ്ഞതുപോലെ ഏത് സമയം അറസ്റ്റ് ഉണ്ടാവാം, ജയിലിൽ അടയ്ക്കപ്പെടാം.
പറഞ്ഞാൽ അതിനൊക്കെയുള്ള സാഹചര്യങ്ങൾ വളരെ വലുത് തന്നെയാണ്. നമ്മൾ വിജിലന്റായി തന്നെ ഇരിക്കണം. സ്റ്റേറ്റ് വിടാനോ രാജ്യം തന്നെ വിടാനോ തയ്യാറായിട്ട്. പക്ഷേ അതിനിടയിൽ ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യട്ടെ. ചെന്നൈയിലൊന്ന് പോണം. അത് ശ്രീ ഒന്നും പറയണ്ട. ദേ, ഇപ്പൊ തന്നെ ടെൻഷൻ അടിക്കാനുള്ള ലോഡ് കൂടുതലാ. ദിയയുടെ കാര്യത്തിൽ നാളെ അപ്പവുമൊക്കെ ആയിട്ട് സംസാരിക്കാനുള്ളതാ. അതിന്റെ ഇടയില് ഇതുകൂടിയായാൽ ഇതിന്റെ ടെൻഷൻ താൻ എനിക്ക് തന്നേക്ക്. തനിക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, മക്കളും ഞാനും. പിന്നെ തനിക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ തന്നെ ജീവി. ഇത്രയും പേര് ഒരാൾക്ക് വേണ്ടി നിൽക്കുമ്പോ അതിന്റെ ഒരു ശക്തി വർക്ക് ചെയ്യാതിരിക്കില്ല. ശ്രീയുടെ വാക്കുകൾ വളരെ പോസിറ്റീവാ. പക്ഷേ സത്യങ്ങൾ സത്യങ്ങളായി തന്നെയുണ്ട് ശ്രീ. ആണല്ലോ. സത്യം സത്യമാണെങ്കിൽ സത്യമേ ജയിക്കൂ, ന്യായമേ ജയിക്കൂ. അറിയില്ലേ, കോടതിയാണ്. ന്യായം ജയിക്കുന്നത് തെളിവിന്റെ അടിസ്ഥാനത്തിലാ. തെളിവൊക്കെ ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം. ശ്രീ പ്ലീസ്, ഈ കാര്യം വിട്ടേക്ക്. സിയെ ഞാൻ വിളിച്ചോളാം. കാര്യങ്ങൾ ഞാൻ കൈകാര്യം ചെയ്തോളാം. സമാധാനമായിട്ട് പോയി കിടന്നോളാം. ശ്രീ താൻ ധൈര്യമായിട്ട് പോടൂ. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ധൈര്യം കൈവിട്ട് കളയരുത്. കാര്യങ്ങള് നമ്മൾ വിചാരിക്കുന്നത് പോലെ വന്നില്ലെങ്കിൽ നേരത്തെ തീരുമാനിച്ചതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലേക്ക് നമുക്ക് പോവാം. അവിടെ ഏതെങ്കിലും ഗ്രാമത്തിൽ. എല്ലാം വരുന്നിടത്ത് വെച്ച്. ഇപ്പൊ ദിയയുടെ കാര്യം മാത്രം ശ്രദ്ധിക്കാം. ബാക്കി നാളെ കഴിഞ്ഞു.